വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിന്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല 2 രൂപ. അവരുടെ വീട്ടിൽ ചാണകവുമായിട്ട് കാത്തിരിക്കുക കർഷകർ. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. തീർന്നില്ല ആന്റോ അഗസ്റ്റിൻ. കൗതുകരമായ എന്തറിയോ? അത് കഴിഞ്ഞ് ഇത് വലിയ വിമർശനത്തിന് വിധേയമായപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2 രൂപ 3 രൂപയാക്കി. 2 രൂപ 3 രൂപ ആക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാ ചാണകവും വാങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡീകമ്പോസ് ചെയ്ത ചാണകം മാത്രമേ വാങ്ങൂ. എങ്കിൽ നിങ്ങൾ ആ ചാണകമെങ്കിലും വാങ്ങ്. ആ ചാണകവും വാങ്ങിയില്ല. സർ, ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്ക് ഒരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം. എവിടെ ഏത് വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്? ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു, ആപ്പ് ഉണ്ടാക്കിയോ? ഒരു സോപ്പ് കൊടുത്തോ? വേറൊരു വാക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയണമെന്നുള്ളത് ന്യായമല്ലാത്തത് നമ്മൾ പറയാം. ആപ്പും കൊടുത്തില്ല, സോപ്പും കൊടുത്തില്ല അവിടെ. എന്നിട്ടാണ് പുതിയ ഗ്യാരണ്ടി വൃത്തിയാക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ ഗ്യാരണ്ടി. ആര് വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്തോ 600 വാഗ്ദാനങ്ങളിൽ 600 പാസ് 585 എണ്ണവും പാസ്സാക്കി. അത് 99% ഒന്നാമത്തെ പിണറായി സർക്കാർ പാസ്സാക്കുന്നു. രണ്ടാമത് 900-ൽ ഏകദേശം 97